വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി ബ്രെഡ് കൊണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനും അതുപോലെ മുട്ടയ്ക്കനുസരിച്ച് ഇതിൻ്റെ എരിവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഓനിയനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ചെറിയ സൈസിലെ ഓനിയനാണ് എടുത്തത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വെജിറ്റബിൾസിന് ഉള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. അപ്പോൾ ഞാനിത് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 4 മുട്ട ഉപയോഗിച്ചിട്ട് നമുക്കൊരു 4-5 എണ്ണം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മുട്ട ഏകദേശം നന്നായിട്ട് തന്നെ ബീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ എരിവുള്ളൊരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിൽ ചേർത്ത് ഉപ്പ് മുട്ടയിലേക്കും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനൊരു 4-5 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 വശവും നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കുറേ ടൈം ഇത് ഡിപ്പ് ചെയ്ത് വെക്കണ്ട. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ പാൻ ഒന്ന് ചൂടാക്കണം. അപ്പോൾ ബ്രെഡ് നമ്മളിതിൽ ഡിപ്പ് ചെയ്ത് പാട് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ബട്ടർ ഒന്ന് മെൽറ്റായതിനു ശേഷം നമുക്കിത് ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ മുകളിലായിട്ട് നേരത്തെ മിക്സ് ചെയ്ത മുട്ട നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഈ ഒരു സൈഡിൽ മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ തിരിച്ചിടാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡും മുട്ടയും കൊണ്ടുള്ള നല്ല സ്നാക്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.